ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ചേരികളിലൊന്നായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സൊവേറ്റോ ടൗൺഷിപ്പ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. സൗത്ത് വെസ്റ്റ് ടൗൺഷിപ്സ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ നാമം. So would you survive living in a place like this for a week? For a week? Yes. Yes, I used to live like this Yes. in my childhood, so In your there is no problem for me. പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണിത്. 15,000 to 20,000 ആൾക്കാരാണ് മൊത്തം ഈ ഏരിയയിൽ താമസിക്കുന്നത്. ആയിരക്കണക്കിന് കുട്ടികളാണ് അച്ഛനും അമ്മയുമില്ലാതെ ഇവിടെ ജീവിക്കുന്നത്. How long have you been in South Africa? Almost a month. Almost a month. Yeah, Okay, how did you find my country so far? amazing. It's amazing. Yeah, it's. So where are you from? I'm from India. From India? ഇപ്പോൾ ഹൗസ് നമ്പർ വച്ചാണ് ഇവിടെ ഹൗസിൻ്റെ പേരും അങ്ങനെയൊന്നുമില്ല. അപ്പം ഇവിടെ നമ്മൾ ഇരിക്കുന്നത് 12th സ്ട്രീറ്റിലാണ്. അപ്പോൾ 12th സ്ട്രീറ്റിൽ 1201 മുതൽ 120 എത്ര 100 വരെ അങ്ങനെയൊന്നും. So what's your name? Spyron. Spyron. Yes. My name is Anoop. Anoop. Hello. Anoop. ANOOP. സൊവേറ്റയെയും അവിടുത്തെ കുട്ടികളെയും കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യം ഒരുപാട് കാലം പിന്നോട്ട് പോകേണ്ടി വരും. ഞാൻ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് മുന്നേ സൊവേറ്റോയുടെ ചരിത്രം അറിയുന്നതിനു വേണ്ടി സൊവേറ്റോയിലെ പ്രശസ്തമായ മ്യൂസിയം സന്ദർശിക്കുകയുണ്ടായി. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് അവിടെ നിന്ന് കിട്ടിയത്. ജൂൺ 19, 1976 ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന അപ്പാർട്ട്ഹീഡിൻ്റെ വർഗീയത നിറഞ്ഞ പഠന രീതികൾക്കെതിരെ സമരം ചെയ്യുകയുണ്ടായി. അതുകൂടാതെ എല്ലാ കുട്ടികളും നിർബന്ധമായും ആഫ്രിക്കാന എന്ന ഭാഷ പഠിക്കണമെന്ന് അന്നത്തെ ഗവൺമെൻറ് ഉത്തരവിറക്കിയിരുന്നു. അതിനെതിരെ കുട്ടികൾ സമരത്തിനായി തെരുവിലിറങ്ങി. അത് സ്റ്റുഡൻസ് മാത്രമല്ല, അവിടുത്തെ ടീച്ചേഴ്സ്മാരും പ്രിൻസിപ്പൽസും എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിച്ചു. അന്ന് വെള്ളക്കാരായ സൗത്ത് ആഫ്രിക്കൻസിൻ്റെ മാതൃഭാഷയായിരുന്നു ആഫ്രിക്കാന എന്ന ഭാഷ. കറുത്ത വർഗക്കാരായ കുട്ടികൾക്ക് ശരിയായ ഒരു പഠന രീതിയോ പഠന സൗകര്യങ്ങളോ അപ്പാർട്ട്ഹീഡിൻ്റെ ഗവൺമെൻറ് കൊടുത്തിട്ടില്ലായിരുന്നു. അതിനിടയിലാണ് വർഗീയ നിറഞ്ഞ ഓരോ പഠന രീതികൾ കറുത്ത വർഗക്കാരായ കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. അത് മാനസികമായി കുട്ടികളെ ഒരുപാട് തളർത്തി. അന്നത്തെ സമരത്തിൽ അപ്പാർട്ട്ഹീഡിൻ്റെ പട്ടാളം കൊന്നൊടുക്കിയത് ഒരു പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ഭാവി വാഗ്ദാനങ്ങളായി തീരേണ്ടിയിരുന്ന 170 മേൽ കുട്ടികളെയാണ്. ഏകദേശം 10,000 കുട്ടികളാണ് അന്ന് തെരുവിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത്. മിക്കവർക്കും ഒരു തമാശയായിരുന്നു, ഒരു വിനോദത്തിന് പോകുന്നത് പോലെയായിരുന്നു അതിലെ കാൽഭാഗം കുട്ടികൾക്കും. എല്ലാവരും 11നും 16 വയസ്സിനും ഇടയിലുള്ളവർ. അന്ന് അപ്പാർട്ട്ഹീഡിൻ്റെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ചു വീഴുന്ന ആദ്യത്തെ കുട്ടിയായിരുന്നു 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഹെക്ടർ പീറ്റേഴ്സൺ. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന 3 വ്യക്തികളിൽ നടുക്കു നിൽക്കുന്ന ആളാണ് ബുസിയ മക്കൂബു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെടിയേറ്റ് കിടക്കുന്നതാണ് ഹെക്ടർ പീറ്റേഴ്സൺ. തൊട്ടടുത്ത് തന്നെ ഹെക്ടേഴ്സിൻ്റെ സഹോദരിയെയും നിങ്ങൾക്ക് കാണാം. ഇതിൽ ബുയൂസു മക്കൂബു എന്ന വ്യക്തി ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ആരും കണ്ടിട്ടില്ല. ചിലർ വിശ്വസിക്കുന്നത് അപ്പാർട്ട്ഹീഡിൻ്റെ പട്ടാളം അവനെ വർഷങ്ങളായി ജയിലിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇപ്പോഴും അങ്ങ് കാണാമറയത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. ഈ പിക്ചർ എടുത്തത് സാൻ സീമ എന്ന ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഈ ഒരു ഫോട്ടോ സൗത്ത് ആഫ്രിക്കയുടെ തലവര തന്നെ മാറ്റിമറിച്ചു. അപ്പാർട്ട്ഹീഡിൻ്റെ പട്ടാളത്തിന് കുട്ടികളെ വെടിവയ്ക്കാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്നത്തെ സൗത്ത് ആഫ്രിക്കൻസിൻ്റെ ദേശീയ ഗാനം പാടിയതിനായിരുന്നു. അന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിരോധിച്ചിരുന്ന ഒരു ഗാനമായിരുന്നു. അപ്പാർട്ട്ഹീഡിൻ്റെ ഭരണ തകർച്ചയിലേക്ക് വഴിവെച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു സൊവേറ്റോ അപ്രൈസിംഗ്. 90കളിൽ അത് സംഭവിക്കുകയും ചെയ്തു. 1994 നെൽസൺ മണ്ടേല അധികാരത്തിലെത്തി. നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെൽസൺ മണ്ടേല മാത്രമേ നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ. നെൽസൺ മണ്ടേല എന്തായിരുന്നു, അവരുടെ
നെൽസൺ മണ്ടേല ഗവൺമെൻറ്റിന് മുന്നിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു ഇവിടെ സ്ഥിതി, എന്തായിരുന്നു സ്ഥിതി ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ കറുത്ത വർഗ്ഗക്കാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ കൂട്ടരിൽ കുട്ടികളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പാർട്ടൈഡിന്റെ ഭരണകാലത്ത് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി നിർമ്മിച്ച ടൗൺഷിപ്പുകളിൽ ഒന്നാണ് സൊവേറ്റോ ടൗൺഷിപ്പ്. അന്നത്തെ കാലത്ത് കറുത്ത വർഗ്ഗക്കാരല്ലാത്തവർക്ക് മാത്രമേ നഗരങ്ങളിൽ താമസിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. കറുത്ത വർഗ്ഗക്കാർ അടിമയെപ്പോലെ ജീവിച്ചിരുന്ന കാലം. അപ്പാർട്ടൈഡിന്റെ ഭരണകാലം 90കളിൽ അവസാനിച്ചു. 1994 പ്രസിഡന്റായി നെൽസൺ മണ്ടേല അധികാരമേറ്റതോടെ കറുത്ത വർഗ്ഗക്കാരുടെ ജീവിത രീതിയിൽ ഒരുപാട് മാറ്റം വന്നു തുടങ്ങി. പക്ഷേ എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയല്ലായിരുന്നു. ഇപ്പോഴും ചിലർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ജീവിക്കുന്നു. സോവിയറ്റ് ടൗൺഷിപ്പ് ഇപ്പോൾ 3 തലങ്ങളിലാണ് അറിയപ്പെടുന്നത്: വെരി വെരി ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ്. നിങ്ങൾ ഈ കാണുന്ന സ്ഥലമെല്ലാം വെരി വെരി ലോ ക്ലാസ്സിൽ കഴിയുന്ന ആൾക്കാരാണ്. പണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ഇല്ലീഗലായിട്ട് കുടിയേറിയവർക്ക് വേണ്ടി താമസിക്കാൻ നെൽസൺ മണ്ടേല നിർമ്മിച്ച സ്ഥലമാണ് ഇത്. 40 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും 1% പുരോഗതി പോലും ഉണ്ടാവാത്ത സ്ഥലം. സോ നമ്മളിപ്പോൾ പോകുന്നതാണ് ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു ചെറിയൊരു ഡേ കെയർ. എല്ലാം കൂടെ എന്നെ പിടിച്ചിരിക്കുക. എന്ത് ക്യൂട്ടാ നോക്കിയേ പിള്ളേര്. ഓക്കെ ഓക്കെ. അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം, ടോയ്ലറ്റ്സ്, ഇലക്ട്രിസിറ്റി ഇതിനുവേണ്ടി വർഷം തോറും ഇവർ പ്രക്ഷോഭങ്ങൾ നടത്താറുണ്ട്. പക്ഷെ ഇതുവരെ ഒരു ഫലവും കണ്ടിട്ടില്ല. ചിലർ കഞ്ചാവിന് അടിമപ്പെടുന്നു. Say something. Little bit. But I don't know English professionally. And I use it. ഇവിടെ കഞ്ചാവ് സുലഭമാണ്, കാരണം മിക്ക വീടുകളിലും കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് അനാഥരായ കുട്ടികളുടെ ഭാവിയാണ് ഇതുപോലത്തെ ജീവിത രീതിയിൽ കൂടി നശിച്ചു പോകുന്നത്. So that's it? Yes. That's it. The base already won. Okay. So I'm not there. Put your
Malini Tiga. Okay, enjoy the rest. Enjoy the ride. Got a good guide in this man. Ah, he's a very good man. Sugar. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു കാണുമല്ലോ. എന്താ പറയുക, വളരെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മോശം അവസ്ഥയാണ് അവിടെ. മോശം അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥയാണ്. അവരെങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ആ നടക്കുന്ന ഓരോ സ്ട്രീറ്റിലൂടെ നടക്കുമ്പം തന്നെ ഒരു വല്ലാത്ത മാറ്റം അടിക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഇതാണ് ജീവിതം. അടുത്ത ജന്മത്തിൽ നമ്മളും ഇതേപോലെയൊക്കെ ആയിരിക്കും, ആർക്കറിയാം, ഒന്നും പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ നമ്മളെ ജീവിതം നമ്മൾ സന്തോഷപരമായിട്ട് ജീവിക്കാൻ നോക്കുക. നമുക്ക് അതില്ല ഇതില്ല എന്നുള്ള ഒരു ചിന്തയും നമ്മൾ മനസ്സിൽ വരരുത്. കാരണം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റും. ഓക്കെ, അപ്പോൾ ബി ഹാപ്പി വിത്ത് വാട്ട് യു ഗോട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഗേൾസ് ഇവിടെ കൂടുതലും വരുന്നത്, അതായത് ഇവിടുത്തെ ലോക്കൽ കറുത്ത വർഗ്ഗക്കാരുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിനെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം.